ഫ്രണ്ട്സ്, എല്ലാവർക്കും വീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട കൊണ്ട് നല്ല ഒരു വെറൈറ്റി ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ കടയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ കുറച്ച് ഒരു വലിയ തക്കാളിയാണ്, അത് 4 മുട്ടയാണ് ഉണ്ടാക്കുന്നത്. തീരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ സവോളയുണ്ട്, അതും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഇത്തിരി വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം നമ്മൾ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ആ കടുക് പൊട്ടി വരുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഒരുപാട് മസാല നമ്മൾ ചേർക്കുന്നില്ല. 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് 2 മീഡിയം സൈസ് പൊട്ടറ്റോ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലോട്ട് അരിഞ്ഞിടണം, അതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടി. തക്കാളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് പൊട്ടറ്റോയും കൂടി ഇട്ടിട്ട് ഉപ്പിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിപ്പിക്കണം. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ്, നമ്മൾ ഇച്ചിരി ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പം ഇതെല്ലാം കൂടി ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലിഡ് വെച്ചൊന്ന് അടച്ച് വേവിക്കാൻ വെക്കാം. നമ്മൾ പൊട്ടറ്റോ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയി കഴിയുമ്പോഴാണ് മുട്ട ചേർക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് അടച്ച് വേവിക്കാൻ വെക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മളൊരു മുട്ട തീരെ ഗ്രേവി ഒന്ന് പറ്റിപ്പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിട്ടാണ് നമുക്ക് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ 4 മുട്ടയാണ് റെഡിയാക്കുന്നത്. ഇത് ഒരുപാട് ഓവർ കുക്ക് ആയി പോകണ്ട. മുട്ട ഒരുപാട് വേവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എടുക്കണം. ഇതിൻ്റെ മുകളിലൂടെ നമ്മളൊരു ചില്ലി ഫ്ലേക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ലിഡ് വെച്ച് ഒന്നും കൂടി അടച്ച്. മുട്ട നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. നല്ല ടേസ്റ്റുള്ള മുട്ടയുടെ വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോ